അപ്പം നമ്മൾ ശ്വാസം എടുക്കുന്നു അല്ലേ, ശ്വാസം എടുക്കുന്നു, അല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ദാഹത്തിന് വെള്ളം കുടിക്കുന്നു, നമുക്ക് വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ ശ്വാസം എടുക്കുന്നു. ഈ ശ്വാസത്തെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ ശ്വാസത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ശ്വാസത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ശ്വാസത്തെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ മാറ്റത്തെ വിലയിരുത്താൻ ആരുമില്ല. ശ്വാസത്തിൽ മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യുന്ന ഭാഗമുണ്ട്. ഇതിൽ ഒട്ടനവധി മണങ്ങൾ വരുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മണങ്ങൾ വരുന്നുണ്ട് ശ്വാസത്തിൽ. പക്ഷേ വിലയിരുത്താൻ ആരുമില്ല, അനുഭവിക്കുന്ന ആരുമില്ല. കഴിക്കുന്ന ഭക്ഷണത്തെ ശ്രദ്ധിച്ചാൽ, കാണുന്ന കാഴ്ചയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ വിലയിരുത്താൻ ആരുമില്ല. അപകടം അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ശ്വാസം എന്തുകൊണ്ട് വരുന്നു? നമ്മുടെ ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ശ്വാസം വരുന്നത്. അപ്പോൾ അവിടെയാണ് അനുഭവം നിൽക്കുന്നത്. ശ്വാസത്തെ അല്ല ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നു, അപ്പോൾ ആ എക്സ്പാൻഡ് ചെയ്യുന്ന ശരീരത്തിലൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തെ എടുക്കുമ്പോഴാണ് നമുക്ക് തെളിച്ചം കിട്ടുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് തെളിച്ചം കിട്ടത്തുള്ളൂ. ആ അനുഭവത്തിൽ അപ്പോഴേ നമുക്ക് മണങ്ങൾ, ഓക്കെ ഈ മണം, ഓക്കെ ഇതെൻ്റെ അനുഭവത്തിന് ദോഷകരമാണ്, ആ മണത്തെ അപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം തന്നെ ഒഴിവാക്കാം. നമ്മുടെ അന്തരീക്ഷത്തിൽ വേണ്ടാത്തൊരു മണമുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനുള്ള പവറുണ്ട്. ആ അനുഭവത്തിലെത്തണം. അനുഭവത്തിലെത്തുന്നവന് മാത്രമേ ഈ സാധ്യതയുള്ളൂ. അനുഭവത്തിലെത്തുന്നവന് മാത്രമേ ഈ സാധ്യതയുള്ളൂ. ഇതല്ല ഞാൻ അനുഭവിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഈ അനുഭവത്തിൽ ഈ മണത്തെ നമുക്ക് മോശം മണത്തിൽ, നാറ്റത്തിൽ നിന്ന് നല്ല മണത്തിലോട്ട് എങ്ങനെ മാറാം? നാറ്റത്തിൽ നിന്ന് മണത്തിലോട്ട് എങ്ങനെ മാറാം? അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നമുക്ക് ക്രമീകരിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ ക്രമീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. നാറ്റമാണ് വന്നതെങ്കിൽ ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് കൂടുതൽ പെട്ടുകിടക്കുക. ആ ഭാഗത്ത് നമ്മൾ മാറി സമ്പൂർണ്ണമായിട്ടുള്ള, കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഭാഗത്തോട്ട് ശ്രദ്ധിച്ചാൽ അത് നാറ്റം മാറും. മോശമായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങൾ മണക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കാഴ്ചയുടെ ഭാഗവും സമ്പൂർണ്ണമായിട്ട് നമ്മൾ അനുഭവത്തിൽ നിൽക്കുമ്പോൾ വേണ്ടാത്തത് കാണത്തില്ല. അപ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകളെ നമ്മൾ പരിശോധിച്ച് നമ്മളെ വൃത്തിയാക്കി കൊണ്ടുപോകുന്നതാണ് ജീവിതം. ഈ ഏറ്റക്കുറച്ചിലുകളെ നിരന്തരം മനസ്സിലാക്കി അതിൻ്റെ ക്രമീകരണങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാണ് വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് റിയലായിട്ടുള്ള ലിവിങ് എന്താണെന്ന് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ലിവിങ് എന്താണെന്ന് അറിയത്തില്ല. ആ ലിവിങ് എന്താണെന്ന് അറിയണം. അതിനെ അനുഭവത്തെ എടുക്കണം. അനുഭവത്തെ എടുക്കാതെ ലിവിങ് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ വേദനയോടുകൂടി ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയത്തില്ല. എന്താണ് ഈ സമയം? മാറ്റത്തെ നമുക്കവിടെ മാറ്റത്തിൽ സുതാര്യതയില്ല. ആ മാറ്റം അങ്ങ് സംഭവിക്കുന്നില്ല തുടർച്ചയായിട്ട്. മനസ്സിലായി? എന്താണ് കാര്യം? ശരീരത്തിൽ മർദ്ദമുള്ള ഭാഗത്തായിപ്പോയി കൂടുതൽ മാറ്റം വളരെ സാവകാശം സംഭവിക്കുന്നിടത്ത് പെട്ടുപോയി. മനസ്സിലായോ? മാറ്റം വളരെ സാവകാശം സംഭവിക്കുന്നിടത്ത് പറ്റി. അപ്പോഴാണ് അലസത, എനിക്ക് പറ്റുന്നില്ല. കാരണം മാറ്റം വളരെ സുതാര്യമായിട്ട് സംഭവിക്കുന്നിടത്തായിരിക്കണം. അപ്പോൾ മർദ്ദം കുറഞ്ഞ ഭാഗം അതെ വളരെ സ്മൂത്തായിട്ട് കാലത്തിൻ്റെ ഭാഗത്ത് പെട്ടുപോകരുത്. അതായത് എന്നിൽ മാറ്റം, എനിക്ക് വേദന വരുന്നു,
എനിക്ക് വേദന എന്ന് പറയുമ്പോൾ എന്താണ്? മർദ്ദം കൂടി. മനസ്സിലായി? മർദ്ദം കൂടി, അതാണ് വേദന. ആ മർദ്ദം കൂടിയ ഭാഗത്തെത്തുമ്പോൾ നമുക്കവിടെ എന്ത് പറ്റും? അലസത വരും. കാരണം എനിക്കിത് വേണ്ട. എന്താ കാരണം? മർദ്ദമില്ലാത്ത ഭാഗം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മർദ്ദമില്ലാതെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത ആഹാ. അപ്പോൾ ഈ മർദ്ദം കൂടിയതും മർദ്ദം കുറഞ്ഞതും ഇത് രണ്ടിൻ്റെയും മധ്യഭാഗത്തെത്തണം. നമ്മൾ മർദ്ദം കൂടിയ ഭാഗത്തും പോകാൻ പാടില്ല, മർദ്ദം കുറഞ്ഞ ഭാഗത്തും പോകാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ഉത്തരവാദിത്തം ഇരിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗം ഇരിക്കുന്ന അവിടെ. എവിടെയാണ് ഇത് രണ്ടിൻ്റെയും, മർദ്ദം കൂടിയതിൻ്റെയും മർദ്ദം കുറഞ്ഞതിൻ്റെയും സ്വാധീനം എവിടെയാണുള്ളത്? അവിടെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള അനുഭവം നിൽക്കുന്നത്. അവിടെ തുടർച്ചയായിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ബലം പിടിക്കണ്ട. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ സംഭവിക്കുന്നതിൻ്റെ തുടർച്ചയിലിരിക്കും. നമുക്ക് സാവകാശം സംഭവത്തിൻ്റെ തുടർച്ചയിലിരിക്കാൻ പറ്റും. നമ്മളൊന്നും പ്രത്യേകിച്ച് അഡ്വൈസ് കൊടുക്കണ്ട, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെ വേണം എന്നുള്ള. നാച്ചുറലി സംഭവിക്കുന്ന ഭാവം തെളിഞ്ഞു വരും. അനുഭവത്തിൽ തുടരാൻ പറ്റും. അനുഭവത്തിൽ തുടരാൻ പറ്റണം. എന്നാലേ ജീവിതമാകത്തുള്ളൂ. അനുഭവത്തിൽ തുടരാൻ പറ്റുന്നതിന് ജീവിതം ആകത്തില്ല. അനുഭവത്തിൽ തുടരാത്താണ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ദുരന്തം. അനുഭവത്തിൽ തുടരുമ്പോൾ ആശ്വാസം. അപ്പോൾ അനുഭവത്തിൽ തുടരണം കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുന്നതായിരിക്കണം. നമ്മളെ ആ നന്നായിട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുന്ന പ്രവൃത്തി ചെയ്യുക. ഇത്രയും മാത്രം ഒരു വ്യക്തി ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്താണ് എനിക്ക് എന്നെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്? അവിടെ നമ്മൾ വ്യക്തിബന്ധങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ തെളിഞ്ഞു വരണം. പരസ്പരമുള്ള ബന്ധം തെളിയണം. അങ്ങനെ തെളിയുന്നില്ലെങ്കിൽ വ്യക്തിബന്ധം, ആ വ്യക്തിയിലുള്ള ബന്ധം ശരിയായിട്ടുള്ളതല്ല. മനസ്സിലായി? വ്യക്തിബന്ധം ശരിയാണെങ്കിൽ, അവനവനിലുള്ളത് ശരിയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിച്ചാവും. റിച്ചാകുന്നില്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ അപാകതയുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് അടുക്കുന്നില്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ തെറ്റുണ്ട്. ഒരു സംശയം വേണ്ട. ഇതാരും പരിശോധിക്കേണ്ട. ഒരാളുമായിട്ട് സത്യസന്ധമായിട്ട് അടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഭാഗത്ത് മിസ്റ്റേക്കാണ്. നന്നായിട്ട് ജീവിക്കുന്ന ഭാഗത്തല്ല. ഒരാളുമായിട്ടെങ്കിലും അടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സംസാരിക്കുമ്പോൾ തെളിച്ചമില്ലെങ്കിൽ, ആ വ്യക്തിയിൽ തെളിച്ചമില്ലെങ്കിൽ, ഒത്തൊരുമിച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് ആ ഒത്തൊരുമ തുടർന്നു പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വ്യക്തിയിൽ അപാകതകളുണ്ട്. മനസ്സിലായോ? നമ്മൾ ആരുമായിട്ടാണ് അടുത്തിരിക്കുന്നത്, ആ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. ആരുമായിട്ടാണെങ്കിലും അത് ക്ലിയർ ആയിരിക്കണം.